ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 10ാം ക്ലാസ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഐഡന്റിറ്റീസ് വന്നിട്ട് സീക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1/cos A. സീക്ക് എ എന്ന് പറയുന്നത് 1/cos A ആണ്. നമുക്ക് നോക്കാം. സീക്ക് എയുടെ റേഷ്യോ എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. കോസ് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇനി കോസിന്റെ റേഷ്യോ നോക്കാം. കോസ് എ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഏതാണ്? ഈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് കോസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഇനി നമുക്ക് ഈ വാല്യൂ കോസിന്റെ റേഷ്യോ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ ഈ സി കെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? 1/cos A. അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/ കോസിന്റെ റേഷ്യോ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. ഇതിന് മീനിങ് എന്താണ്? 1. ഈ സിമ്പൽ എന്താണ്? ഡിവൈഡ്, പിന്നെ ഈ ഫ്രാക്ഷൻ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പോൾ ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണത് എങ്ങനെയാണ്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ നമ്പറുമായിട്ട് മൾട്ടിപ്പിൾ ഓഫ് ദിസ് ഫ്രാക്ഷൻ റെസിപ്രോക്കൽസ്. അപ്പൊ റെസിപ്രോക്കൽ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ ആവുന്ന ഹൈപ്പോട്ടേനസ് ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ആവുന്ന അഡ്ജസന്റ് സൈഡ് ഡിനോമിനേറ്റർ ആയി മാറും. വിച്ച് ഇംപ്ലൈസ് 1 കൊണ്ട് ഏതൊരു ഫ്രാക്ഷനെ ഇൻഡു ചെയ്താൽ ആൻസർ എന്താണ്? ആ ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പൊ ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കിട്ടും. ഈസിക്കൽ ടു ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? സീക്ക് ആണ് അല്ലെ? അപ്പൊ സീക്ക് എ ആണ് ഇതിന്റെ ആൻസർ. കണ്ടല്ലോ, 1/cos A നമ്മൾ ചെയ്തു വന്നപ്പോ ഫൈനലി എന്ത് കിട്ടി? സീക്ക് എന്ന് കിട്ടി. അതുകൊണ്ട് സീക്ക് എയുടെ ഐഡന്റിറ്റി എന്താണ്? 1/cos A. ഈ ഐഡന്റിറ്റീസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഐഡന്റിറ്റീസിലോട്ട് പോവാം. കൊസീക്ക് എയുടെ ഐഡന്റിറ്റി ആണ് 1/sin A. കൊസീക്ക് എയുടെ വാല്യൂ ആണ് 1/sin A. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. സൈൻ എയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. കൊസീക്ക് എയുടെ റേഷ്യോ കൊസീക്ക് എ ഇസിക്കൽ ടു സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൊസീക്ക്. അപ്പൊ സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്. കൊസീക്ക് എന്തായിരിക്കും? അതിനെ തിരിച്ചിടുക. ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ആയിരിക്കും കൊസീക്ക്. ഇനി നമുക്ക് 1/sin A എന്താണെന്ന് നോക്കാം. 1/sin A ഇസിക്കൽ ടു 1/ സൈനിന്റെ റേഷ്യോ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, വിച്ച് ഇംപ്ലൈസ് 1. ഇതെന്താണ്? ഡിവിഷൻ, ഇത് ഫ്രാക്ഷൻ അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. ദാറ്റ് മീൻസ് നമ്പർ ആൻഡ് എ ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ എ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് നമ്പർ. അപ്പൊ 1 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഹൈപ്പോട്ടേനസ് മോളി വരും, ഓപ്പോസിറ്റ് സൈഡ് താഴെ വരും. ഇസിക്കൽ ടു എനി നമ്പർ ഓർ എനി ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ വിത്ത് 1, ദാറ്റ് ഫ്രാക്ഷൻ ഈസ് ദ ആൻസർ അല്ലെ? അപ്പൊ ഈ ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ എന്താണ്? ഈ ഫ്രാക്ഷൻ തന്നെയാണ്. അപ്പൊ ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടും. ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ എന്താണ്? കൊസീക്ക് എ ആണ്. അപ്പൊ ആൻസർ എന്തായി? കൊസീക്ക് എ. അതായത് 1/sin A യുടെ ആൻസർ എന്താണ്? കൊസീക്ക് എ. അതായത് കൊസീക്ക് എ ഇസിക്കൽ ടു 1/sin A. ഇതാണ് രണ്ടാമത്തെ ഐഡന്റിറ്റീസ്. ഈ ഐഡന്റിറ്റീസ് ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഐഡന്റിറ്റീസ് പോവാം. കോട്ട് എയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1/tan A ആണ്. 1/tan A യുടെ വാല്യൂ ആണ് കോട്ട് എ. നമുക്ക് tan A എന്താണെന്ന് നോക്കാം. tan A യുടെ റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് എ എന്താണ്? കോട്ട് എ എന്ന് പറയുന്നത് ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അപ്പൊ ടാനിന്റെ നേരെ തിരിച്ചിട്ട കോട്ടായി. അപ്പൊ ടാനിന്റെ ഡെഫിനിഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അതിനെ തിരിച്ചിട്ട കോട്ട്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ്, ഇതിനെ തിരിച്ചിട്ട അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് എന്നിട്ട് അതാണ് കോട്ടിന്റെ റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് 1/tan A നോക്കാം. 1/tan A ഇസിക്കൽ ടു 1/tan A. tan A എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, വിച്ച് ഇംപ്ലൈസ് 1. ദിസ് സിമ്പൽ എന്താണ്? ഡിവൈഡ് ദിസ് ഫ്രാക്ഷൻ.
ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതെന്താണ് മീനിങ്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഈ 1 മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷൻ വന്ന അല്ലെ 1 ഡിവൈഡഡ് ഓഫ് ദിസ് ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ഉണ്ട്. അപ്പൊ അഡ്ജസന്റ് മോളിൽ വരും, ഓപ്പോസിറ്റ് താഴെ വരും. ഇറ്റ് ഇംപ്ലൈസ്. അപ്പൊ 1 കൊണ്ട് ഏതൊരു ഫ്രാക്ഷൻ ഇൻറ്റു ചെയ്താലും ആൻസർ എന്താണ്? ആ ഫ്രാക്ഷൻ തന്നെയാണ് ആൻസർ. ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? കോട്ട് എ ആണ് ആൻസർ. അപ്പൊ കോട്ട് എ ഈസ് ദ ആൻസർ. അതായത് 1/tan യുടെ ആൻസർ എന്താണ്? കോട്ട് എ ആണ്. 1/tan യുടെ വാല്യൂ കോട്ട് എ. അപ്പൊ ഇതാണ് അടുത്ത ഐഡന്റിറ്റീസ്. ഈ 3 ഐഡന്റിറ്റീസും എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലായല്ലോ. ഇതെല്ലാം പഠിച്ചു വയ്ക്കണം. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഐഡന്റിറ്റീസുകൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.